നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ലെസൺ എന്ന് പറയുന്നത് വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ക്രിയേറ്റീവ് ആഡ് ഡിസൈനിങ്. അതായത് ഒരു ആഡ് തയ്യാറാക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ആളുകളിലേക്ക് എത്തിച്ചേരുകയും അവരുടെ മൈൻഡ് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആഡിലേക്ക് കൊണ്ടുവരിക എന്നത് തന്നെയാണ്. അത് കലാപരമായിട്ടും സൈക്കോളജിക്കലായിട്ടും നമ്മൾ രൂപകൽപ്പന ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയും കൂടിയാണ്. അത് കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഓഡിയൻസിലേക്ക്, അതായത് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ആഡായിരിക്കണം നമ്മൾ എപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഫോം ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തതായിട്ട് വരുന്നതാണ് അണ്ടർസ്റ്റാൻഡ് ദി ടാർഗറ്റ് ഓഡിയൻസ്. നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഓഡിയൻസ് ആരാണോ അവരിലേക്ക് കൃത്യമായിട്ട് തന്നെ ആ ആഡ് എത്തിച്ചേരണം. അതിന് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിലൊന്നാണ് നോ ദെയർ ഡെമോഗ്രാഫിക്സ്. അത് അവരുടെ ഏജ്, ജെൻഡർ, ലൊക്കേഷൻ, ഇൻകം ലെവല് ഇതൊക്കെ പരിഗണിച്ച് വേണം നമ്മൾ ഒരു ആഡ് തയ്യാറാക്കി അവരിലേക്ക് എത്തിക്കാം. മറ്റൊന്ന് അണ്ടർസ്റ്റാൻഡ് ദ സൈക്കോഗ്രാഫിക്സ് ആണ്. അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം, അവരുടെ വാല്യൂസ് എന്താണെന്ന് മനസ്സിലാക്കണം, അവരുടെ വെല്ലുവിളികൾ എന്താണെന്ന് മനസ്സിലാക്കണം, അവരുടെ ബൈയിങ് ബിഹേവിയർ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതോടൊപ്പം തന്നെ എൻഷുർ ദി റെസൊണൻസ് ഇമോഷണലി ആൻഡ് മീറ്റ്സ് ദെയർ സ്പെസിഫിക് നീഡ്സ് ഓർ ഡിസയേഴ്സ്. അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അത്തരം പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ അത്തരം ആഡുകൾ നമ്മൾ പരസ്യം ചെയ്യാനായിട്ട്. ഒരു ആഡ് ചെയ്യുമ്പോൾ ആ ആഡ് എത്തിച്ചേരേണ്ട ആളുകളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഇത്തരം ധാരണകൾ അനിവാര്യമാണ്. ഒരു ടെക്കി ആയിട്ടുള്ള ഒരാളുകളിലേക്ക് നമ്മൾ ഇത്തരം ആഡുകൾ എത്തിക്കുമ്പോൾ സമയത്ത് അത് ഇന്ന് മോഡേൺ ടെക്നോളജി ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ആ രീതിയിൽ ടേംസുകൾ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ആഡുകളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇത് പ്രധാനമായിട്ടും ടാർഗറ്റ്, അതായത് ഓഡിയൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ പാസ് ചെയ്യേണ്ട മെസ്സേജിൽ ക്ലാരിറ്റി വേണം. അതാണ് രണ്ടാമത്തെ, ക്ലാരിറ്റി ഓഫ് മെസ്സേജ്. അത് വളരെ സിമ്പിളായിരിക്കണം, വളരെ ലളിതമായിരിക്കണം. ഇറ്റ് ഷുഡ് ബി കൺസൈസ് ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. സംക്ഷിപ്തമായിരിക്കണം, അവർക്ക് എളുപ്പം വായിച്ചാൽ മനസ്സിലാവുന്ന തരത്തിലുള്ള കണ്ടൻറ്റുകളായിരിക്കണം അതിനകത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഫോക്കസ്ഡ് ഗോൾ ഉണ്ടായിരിക്കണം. എവരി ആഡ് ഷുഡ് ഹാവ് എ സിംഗിൾ ക്ലിയർ ഒബ്ജക്റ്റീവ്സ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആഡ് തയ്യാറാക്കുന്നത്? അവയർനെസ്സിന് വേണ്ടിയിട്ടാണോ? അല്ല കൺവേർഷന് വേണ്ടിയിട്ടാണോ? അല്ല അവരുടെ എൻഗേജ്മെൻറ്റ് വേണ്ടിയിട്ടാണോ? അതായത് നമ്മൾ എൻഗേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റുകളെക്കുറിച്ച് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള റെസ്പോൺസുകൾ ഓഡിയൻസ് ചെയ്യുക. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമ്മൾക്കുണ്ടായിരിക്കണം. പിന്നെ എന്നും അവരുടെ മനസ്സിൽ നിൽക്കുന്ന തരത്തിലുള്ള ഒരു ആഡായിരിക്കണം, ആഡ് കോപ്പി ആയിരിക്കണം അതിനകത്ത് ഉണ്ടാവേണ്ടത്. എപ്പോഴും ഓഡിയൻസിൻ്റെ മൈൻഡിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഈ ആഡുകൾ തയ്യാറാക്കേണ്ടിയിരിക്കുന്നത്. മാത്രമല്ല മൂന്നാമത്തെ പോയിൻ്റാണ് ഐ ക്യാച്ചിങ് വിഷ്വൽസ്. ഐ ക്യാച്ചിങ് വിഷ്വൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിഷ്വലുകൾ ആഡ് ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ ഒരാൾ ജസ്റ്റ് ഒന്ന് കണ്ടാൽ തന്നെ ആ ആഡിലേക്ക് ഒരു നിമിഷം നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു അട്രാക്ഷൻ അത്തരം ആഡുകൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതിൽ ഒന്നാമത്താണ് കോൺട്രാസ്റ്റ് ആൻഡ് കളർ. നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന കളറുകൾ, അതായത് ആഡ് തയ്യാറാക്കുമ്പോൾ അതിനകത്ത് കൊടുക്കുന്ന കളേഴ്സ് വെരി അട്രാക്റ്റീവ് ആയിരിക്കണം, എളുപ്പം നമ്മുടെ മനസ്സിൽ പതിയുന്ന ഒരു കളറായിരിക്കണം. അതോടൊപ്പം തന്നെ
ഒരു അറ്റൻഷൻ കിട്ടുന്ന തരത്തിലുള്ള ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി നിലനിൽക്കുന്ന തരത്തിലുള്ള കളറുകളായിരിക്കണം നമ്മൾ അത്തരം ആഡുകളിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ മറ്റൊന്നാണ് ടൈപ്പോഗ്രാഫി എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ want to be choose readable fonts that match the ad tone. നമ്മൾ ഏത് തരത്തിലുള്ള ആഡാണോ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇറ്റ് മേ ബി എ പ്ലേഫുൾ ഓർ ഫോർ കിഡ്സ് ഓർ പ്രൊഡക്ട്സ് സ്ലീക്ക് ഫോർ ലക്സറി ഗുഡ്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആവാം. അപ്പോൾ ഇത്തരം ഗുഡ്സൊക്കെ നമ്മൾ അതിന് ആഡ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് അതിലെ ഓരോ അക്ഷരങ്ങളും, അതായത് ഓരോ വാക്കുകളും കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. ഒരു അക്ഷരങ്ങൾ കൃത്യമായിട്ടുള്ള ഗ്യാപ്പിലായിരിക്കണം. ലൈൻ സ്പേസിങ് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നുണ്ട്. ടൈപ്പ് ഫേസുകൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ കൃത്യമായിട്ട് ലെജിബിളായിരിക്കണം. അതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ മറ്റൊന്ന് ഹൈ ക്വാളിറ്റി ഇമേജസ് ഓർ ഇല്ലസ്ട്രേഷൻസ് ദാറ്റ് ഇവോക്ക് ഇമോഷൻസ് ഓർ ടെൽ എ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇമേജ് എന്ന് പറഞ്ഞു പറയുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള ഇമേജുകൾ നമ്മൾ കൊടുക്കണം. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു അട്രാക്ഷൻ, ഒരു ഇമോഷൻ, ഒരു അറ്റാച്ച്മെൻറ്റ്, ഒരു ഫീലിംഗ് വരത്തക്ക രീതിയിലുള്ള ഇമേജുകളായിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെ അതേമാതിരി ബ്രൈറ്റ് കളേഴ്സും അതോടൊപ്പം തന്നെ ഹ്യൂമൻ ഫേസസും ആയിരിക്കും എപ്പോഴും എൻഗേജ്മെൻറ്റ് ആഡുകളിൽ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നത്. അടുത്ത 4ാമത്തെ പോയിൻ്റാണ് ഇമോഷണൽ അപ്പീൽ. എപ്പോഴും നമ്മൾ ഒരു ബ്രാൻഡുമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ, ഒരു ആഡ് കൊടുക്കുമ്പോൾ അതിലെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു റിലേഷൻ നമുക്ക് സ്റ്റോറി ടെല്ലിൽ കൂടി, അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇമോഷണൽ ഫീലിംഗ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങൾ അത്തരം ആഡുകളിൽ ചേർക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതേമാതിരി അടുത്ത ഒരു പോയിൻ്റ് അതിനകത്ത് വരുന്നത് ഇവോക്ക് ഫീലിങ്സാണ്. ജോയ്, നോസ്റ്റാൾജിയ, അർജൻസി ഓർ ഈവൺ ഫിയർ വരത്ത കാര്യത്തിൽ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഇമേജും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ആഡിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ കൾച്ചറൽ സെൻസിറ്റിവിറ്റിയാണ് മറ്റൊന്ന്. അതായത് ഓഡിയൻസിൻ്റെ കൾച്ചർ, അതോടൊപ്പം തന്നെ അവരോടുള്ള നമ്മുടെ റെസ്പെക്റ്റുകൾ അത് യാതൊരു തരത്തിലും ഹാനികരമാവുന്ന രീതിയിൽ ആവരുത് എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ ഇമോഷൻസിനോ ഫീലിങ്സിനോ കൾച്ചറിനോ അല്ലെങ്കിൽ തരത്തിലുള്ള മോശമായ രീതിയിലേക്ക് എത്തിപ്പെടാൻ ഒരിക്കലും സാധ്യത ഉണ്ടാവാൻ പാടില്ല. നെക്സ്റ്റ് 5th പോയിൻ്റാണ് സ്ട്രോങ് കോൾ ടു ആക്ഷൻ. അതായത് CTA. അതാണ് നമുക്ക് അടുത്ത പോയിൻറ്റ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്പെസിഫിക് ആൻഡ് ആക്ഷണബിൾ ആയിരിക്കണം. അത്തരം കാര്യങ്ങൾ യൂസ് ക്ലിയർ ഡയറക്റ്റീവ്സ് ലൈക്ക് ഇപ്പോൾ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ചില ടേംസുകളൊക്കെ ഉണ്ട്. ഷോപ്പ് നൗ, ലേൺ മോർ, സബ്സ്ക്രൈബ് ടുഡേ, ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇമ്മീഡിയറ്റ് ആയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആക്ഷണബിൾ ആയിട്ടുള്ള ടേമുകൾ നമ്മളതിനകത്ത് ഉപയോഗിക്കണം. ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത് നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ഡയറക്റ്റീവ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യമാണ് വിസിബിലിറ്റിയാണ്. അതായത് കോൾ ടു ആക്ഷൻ എന്ന് പറയുമ്പോൾ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ആഡിൽ നമ്മൾ കൊടുക്കേണ്ടതാണ്. അത് കൃത്യമായിട്ടുള്ള സ്ഥലത്ത് തന്നെ, അനുയോജ്യമായ സ്ഥലത്ത് തന്നെ നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ചില വേർഡുകൾ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കണം. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ആക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, റെസ്പോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അർജൻസി വേർഡുകൾ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാം. വേർഡ്സ് ലൈക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് എന്നുള്ളോ, അല്ലെങ്കിൽ ലിമിറ്റഡ് ടൈം എന്നുള്ളോ, അപ്ലൈ നൗ എന്നുള്ള അങ്ങനെയുള്ള ചില ടേമുകൾ, അല്ലെങ്കിൽ ഓഫർ ആൻഡ് സൂൺ, അങ്ങനെയുള്ള ചില എൻകറേജിങ് വേർഡുകളൊക്കെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ തരും. അപ്പോൾ ഈ സ്ട്രോങ് കോൾ ടു ആക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ചില ടേംസുകളൊക്കെ ഇങ്ങനെ ഒരു അർജൻസി കീപ്പപ്പ് ചെയ്യുന്ന രീതിയിൽ, മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് പോയിൻ്റാണ് അതായത് 6th അലൈൻമെൻറ്റ് വിത്ത് ബ്രാൻഡ് ഐഡൻറ്റിറ്റി. എപ്പോഴും നമ്മൾ ഒരു ബ്രാൻഡിന് അനുയോജ്യമായ രീതിയിൽ, നമുക്കറിയാം പല ബ്രാൻഡുകളും നമ്മൾ നോക്കുമ്പോൾ ആ ബ്രാൻഡുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഫോണ്ടുകൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആഡ് കാണുമ്പോൾ തന്നെ നമുക്ക് എളുപ്പം മനസ്സിലാവുന്നു അത് ഏത് ബ്രാൻഡാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതായത് അതിൻ്റെ ഫോൺസ് കാണുമ്പോൾ തന്നെ ഇത് ഏത് ബ്രാൻഡിൻ്റെ ഫോണ്ടാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ അതിൻ്റെ ഉപയോഗിക്കുന്ന കളേഴ്സ്, അതിൻ്റെ ടോണ്,
അതായത് കമ്മ്യൂണിക്കേഷൻ ടോണ്, ഇതൊക്കെ വളരെ കൃത്യമായിട്ട്, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന വേർഡിങ്സ്, അല്ലെങ്കിൽ ഇത് ബ്രാൻഡിൻ്റെ ഓവറോൾ ഇമേജ് കീപ്പപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അല്ലാതെ ഈ ഫോണ്ടുകളെല്ലാം ഉപയോഗിക്കുമ്പോൾ അനവധി ഫോണ്ടുകളൊക്കെ നമ്മളൊരു ആഡിൽ ഉപയോഗിക്കാൻ പാടില്ല. ഏതാനും 1-2 തരം ഫോണ്ടുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികളിൽ നമുക്ക് ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരം ഫോണ്ടുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് റീഡബിൾ ആയിരിക്കണം, അട്രാക്റ്റബിൾ ആയിരിക്കണം, ആ രീതിയിലൊക്കെ ആയിരിക്കണം നമ്മൾ ഫോണ്ടുകളും കളറും കൊടുക്കേണ്ടത്. വെരി ഹാർഡായിട്ടുള്ള കളറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അതായത് ഓഡിയൻസ് അത്തരം ആഡുകൾ ശ്രദ്ധിക്കുകയില്ല. എളുപ്പം നമ്മൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. എപ്പോഴും മറ്റൊരു കാര്യം അതിനകത്ത് വരുന്നത് ട്രസ്റ്റ് ബിൽഡിംഗ് ആണ്. എപ്പോഴും ഓഡിയൻസുമായിട്ട് നമ്മുടെ ബ്രാൻഡ് റിലയബിലിറ്റി ആൻഡ് പ്രൊഫഷണലിസം കീപ്പപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. എപ്പോഴും ഒരു ട്രസ്റ്റ് വർത്തിയായിട്ട് പ്രവർത്തിക്കുന്ന രീതിയിൽ, ഒരു വിശ്വാസ്യത വളർത്തുന്ന രീതിയിലായിരിക്കണം എപ്പോഴും നമ്മുടെ ബ്രാൻഡ്, അല്ലെങ്കിൽ നമ്മൾ ഈ ആഡിൽ കൂടി നമ്മുടെ ബ്രാൻഡിൻ്റെ ഐഡൻറ്റിറ്റി ഓഡിയൻസിലേക്ക് എത്തിക്കേണ്ടിയിരിക്കുന്നത്. അതോടൊപ്പം നെക്സ്റ്റ് വരുന്ന 7th പോയിൻ്റാണ് പ്ലാറ്റ്ഫോം അഡാപ്റ്റബിലിറ്റി. എപ്പോഴും ഒരു ആഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു ഫോർമാറ്റ് നമ്മളതിനകത്ത് ഡിസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ആഡൊക്കെ കൊടുക്കുന്ന സമയത്ത്, അല്ല വീഡിയോ ആണെങ്കിലും പിന്നെ ഫ്ലയേഴ്സ് ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഏത് പ്ലാറ്റ്ഫോമിലാണ് റൺ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം അതിൻ്റെ സൈസ്, അതിൻ്റെ രീതികളൊക്കെ നമ്മൾ ഫോം ചെയ്യേണ്ടത്. അതായത് നമുക്കറിയാം, ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിലൊക്കെ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് വീഡിയോ വേണ്ടത് വെർട്ടിക്കൽ സൈസാണ്. വെർട്ടിക്കൽ വീഡിയോസ് ഫോർ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ്. അതായത് നമ്മൾക്ക് ഗൂഗിൾ ആഡ്സിലാണെങ്കിൽ കൺസൈസ് ബാനേഴ്സാണ് നമുക്ക് അനിവാര്യം. അപ്പോൾ അത്തരത്തിലുള്ള ഫോർമാറ്റുകൾ കൃത്യമായിട്ടും നമ്മൾ ഉണ്ടാക്കി വെക്കണം. ഏത് പ്ലാറ്റ്ഫോമിലാണോ അത് നമ്മൾ റൺ ചെയ്യേണ്ടത്, ആ പ്ലാറ്റ്ഫോമിൽ റണ്ണ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ആ ഫോർമാറ്റ്, ആഡിൻ്റെ ഫോർമാറ്റ് ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ റെസ്പോൺസീവ് ഡിസൈനാണ്. ആഡ് ഷുഡ് ലുക്ക് ഗ്രേറ്റ് ഓൺ ബോത്ത് മൊബൈൽ ആൻഡ് ഡെസ്ക്ടോപ്പ് ഡിവൈസസ്. അപ്പോൾ ഡെസ്ക്ടോപ്പ് ഡിവൈസസ്, അല്ലാതെ നമ്മുടെ ടാബിലാണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിലും ഡെസ്ക്ടോപ്പിലാണെങ്കിലും അതോടൊപ്പം തന്നെ മൊബൈലിലാണെങ്കിലും നമ്മൾക്ക് അത്തരം ആഡുകൾ കാണാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. അതിന് രീതിയിലായിരിക്കണം, അത്തരത്തിലുള്ള ആഡുകളായിരിക്കണം നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിലും റൺ ചെയ്യുന്ന രീതിയിൽ ഒരു കമ്പാറ്റിബിലിറ്റി എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരം ആഡുകൾ തയ്യാറാക്കി കഴിഞ്ഞാൽ തന്നെയും അത്തരം പ്ലാറ്റ്ഫോമിൽ റൺ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ റിലീസ് ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ 8th പോയിൻ്റാണ് ടെസ്റ്റിംഗ് ആൻഡ് ഇറ്ററേഷൻ. അപ്പോൾ നമ്മൾക്ക് ഒരു ആഡ് തയ്യാറാക്കി കഴിഞ്ഞാൽ ആ ആഡിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തി നമ്മൾ പരിശോധിക്കണം. ഓരോ മാറ്റങ്ങളും വരുത്തി ഏതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യണം, അത് വ്യക്തമാക്കണം. അത് തിരിച്ചറിഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റായിട്ട് വിഷ്വലായിട്ടുള്ള ടെക്സ്റ്റുകൾ നമ്മൾ കൊടുക്കണം. കോൾ ടു ആക്ഷനിലേക്ക് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ അത് മോഡിഫൈ ചെയ്യേണ്ടത്. പിന്നെ അതിന് കൃത്യമായിട്ട് ഒരു അനലിറ്റിക്സ് നമുക്കുണ്ടായിരിക്കണം. യൂസ് ഡാറ്റ ടു റിഫൈൻ ആൻഡ് ഇംപ്രൂവ് ആഡ് ഡിസൈൻ. അപ്പോൾ അത് നമ്മൾ ആഡ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഡാറ്റകൾ നമ്മൾ റിഫൈൻ ചെയ്യണം, അതായത് മോഡിഫൈ ചെയ്യണം. അതിനുശേഷം ഏതാണ് നമ്മുടെ ബെറ്റർ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം അത്തരം ആഡുകൾ നമ്മൾ റിലീസ് ചെയ്യാം. അതേമാതിരി കൃത്യമായിട്ട് ഓഡിയൻസുമായിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറായിരിക്കണം. ഓഡിയൻസിൻ്റെ റെസ്പോൺസ് നമുക്ക് വരാം, ഫീഡ്ബാക്കായിട്ട് വരാം. അവരുമായിട്ട് ഇമ്മീഡിയറ്റായിട്ട് അവരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അവരുടെ ഫീഡ്ബാക്കിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. അത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത്തരം മാറ്റങ്ങളും നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കണം. അത്തരം മാറ്റങ്ങൾ നമ്മൾ ആഡിൽ വരുത്താനും തയ്യാറായിരിക്കണം. പിന്നെ നമ്മൾ എല്ലാ സോഷ്യൽ മീഡിയകൾ പോലുള്ള മെറ്റ പോലുള്ള മീഡിയകളിലൊക്കെ ആഡ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും അഡ്വർടൈസിങ് ലോസ് ആൻഡ് ഗൈഡ് ലൈൻസ് നമ്മൾ ഫോളോ ചെയ്യണം. അത്തരം പ്ലാറ്റ്ഫോമിൽ ആഡുകൾ കൊടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു ആഡുകളും ഒരു ക്ലെയിംസും നമ്മൾ കൊടുക്കാൻ പാടില്ല. ആളുകളെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ഒരു ടേംസും നമ്മളതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല. എപ്പോഴും ഓതൻറ്റിസിറ്റി അനിവാര്യമാണ്. ആഡ് ഷുഡ് ബി ഹോണസ്റ്റ് ആൻഡ് റിഫ്ലക്റ്റ് ദ പ്രൊഡക്റ്റ് ഓർ സർവീസ് അക്യുറേറ്റ്ലി, അതാണ് പറയുന്നത്.
ഓതൻറ്റിസിറ്റി എന്നാണ് നമ്മളതിനെ പറയുക. അപ്പോൾ അത് സത്യസന്ധമായിട്ട് വേണം നമുക്ക് ചെയ്യാൻ. ആ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെയും ലഭ്യമാകുന്ന അവരുടെ മുടക്കുന്ന മുതലിന് ലഭ്യമാകുന്ന എന്ന രീതിയിൽ തന്നെ അതിൻ്റെ വാല്യൂവിന് അഡാപ്റ്റേഷൻ അതായത് അതിനോടുള്ള ഒരു പൊരുത്തപ്പെടുന്ന രീതിയിലായിരിക്കണം എപ്പോഴും നമ്മൾ ഓഡിയൻസുമായിട്ട് കീപ്പപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ആഡ് ഡിസൈൻ ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായി നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞു വന്നത്. അപ്പോൾ ക്രിയേറ്റീവായിട്ട് പരസ്യം ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രാറ്റജി നമ്മൾ വിചിന്തനം ചെയ്യണം. അതേമാതിരി നമ്മൾ അതിൻ്റെ വിഷ്വൽസ് കൃത്യമായിട്ട് അറേഞ്ച്മെൻറ്റ് ചെയ്യണം. അതേമാതിരി ഒരു വിജയകരമായ പരസ്യം ശ്രദ്ധ പിടിച്ചു പറ്റുകയും പ്രേക്ഷകരെ ആവശ്യമായ പ്രവർത്തനത്തിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യും. ഈ തത്വങ്ങൾ പാലിക്കുന്നതിലൂടെ ദൃശ്യപരമായി ആകർഷകമായതും നമ്മുടെ മാർക്കറ്റിംഗ് ലക്ഷ്യങ്ങൾ സഫലമാക്കുന്നതുമായ പരസ്യങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗങ്ങൾ തുടരാം. ഓക്കെ, താങ്ക് യു.